CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ജില്ലയിലെ കനത്ത തോൽവി നേതൃത്വം വിലയിരുത്തും. മന്ത്രി പി രാജീവ് അടക്കമുള്ളവരുടെ പരാജയം ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം ജില്ലാ നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം. സഹിൻ ആന്റണി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും. സഹിനെ, എറണാകുളത്ത് തൂത്തുവരുകയായിരുന്നു UDF. കഴിഞ്ഞ വട്ടമൊക്കെ LDFനെ ഇടതുമുന്നണിയെ ഒന്ന് സഹായിച്ച സ്ഥലങ്ങൾ പോലും കൂട്ടത്തോടെ പോയി. കളമശ്ശേരിയിലെ പി രാജീവിൻ്റെ തോൽവിയൊന്നും ഈ CPMന്റെ ഒരു ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം പോലും നമുക്കൊപ്പം ഹലോ മലയാളത്തിൽ അദ്ദേഹം അതിഥിയായിട്ട് എത്തിയിരുന്നു. അപ്പോഴും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചതൊക്കെയും. അപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റ് ചേരാൻ പോകുന്നത്? എങ്ങനെയാണ് നേതാക്കളുടെയൊക്കെ ഒരു വിലയിരുത്തൽ? മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സേതു. എറണാകുളത്തെ CPMനെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ ഷേപ്പാണ്, തൂത്തുവാരിപ്പോയി എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. മാത്രമല്ല, അവരുടെ തുറുപ്പ് ചീട്ടായി അവർ അവതരിപ്പിച്ച പല സ്ഥാനാർത്ഥികളും, പ്രത്യേകിച്ചും മന്ത്രി പി രാജീവ്, കൊച്ചിയിൽ KJ മാക്സി, കൂടാതെ വൈപ്പിനിൽ MP ഷൈനി, മറ്റൊന്ന് കുന്നത്തുനാട് സജീന്ദ്രൻ, മറ്റൊന്ന് കോതമംഗലത്തെ ആന്റണി ജോൺ, തൃപ്പൂണിത്തറയിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ അവരുടെ തുറുപ്പ് ചീട്ടുകൾ ആകുമെന്ന് അവർ കരുതിയിരുന്ന ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. ഒന്ന് എടുത്തു പറയേണ്ട കാര്യം, CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പുഷ്പദാസ് പരാജയപ്പെട്ടത് തന്നെയാകട്ടെ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പുഷ്പദാസിന്റെ പരാജയം. പുഷ്പദാസിന് ആകെ ലഭിച്ചത് 38,000 വോട്ടാണ്. ഉമാ തോമസിന്റെ ഭൂരിപക്ഷമാകട്ടെ 50,000-ആണ്. അതായത് ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും എത്താൻ പുഷ്പദാസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ CPM നേതാക്കൾക്ക് ഉണ്ടായിരുന്ന ജനപ്രീതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയാണ്. ഇന്നെന്തായാലും CPMന്റെ അടിയന്തരമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ പ്രാദേശിക നേതാക്കളുടെ അടക്കം വിലയിരുത്തലുള്ളത്. കടുത്ത അതൃപ്തി പ്രാദേശിക ഘടകങ്ങളിലടക്കമുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലെ തന്നെ വിവിധ നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച് വിമർശനമുണ്ട്. ആ വിമർശനമെല്ലാം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തൃപ്പൂണിത്തറയിൽ M അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ അവസാന വട്ടം വരെ പല നേതാക്കളും ശ്രമിച്ചിരുന്നു. എന്നാൽ അനിൽകുമാറിനെ മാറ്റിയാണ് പകരം KN ഉണ്ണികൃഷ്ണനെ കൊണ്ടുവരുന്നത്. തൃക്കാക്കരയിൽ ഉദയകുമാറിനെ, അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഉദയകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പാളിപ്പോയി. വൈപ്പിൽ പ്രനിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. പ്രനിലിനെ സ്ഥാനാർത്ഥിയാക്കാനൊന്നും ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം ജില്ലാ സെക്രട്ടറിയോ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മുതിർന്ന നേതാക്കളോ അനുവദിച്ചില്ല. പകരം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുകയായിരുന്നു. അതിൽ കടുത്ത അതൃപ്തി അന്ന് പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ജില്ലയിലുണ്ടായ കനത്ത പരാജയം, ആ പരാജയം വിലയിരുത്തുമ്പോൾ CPMന് എവിടെയാണ് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത്, എവിടെയാണ് CPMന് ഇത്രയധികം പരാജയം സംഭവിക്കാനുള്ള കാരണം ഉണ്ടായത്, ഇതെല്ലാം പരിശോധിക്കേണ്ടതായി വരും. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലടക്കം CPM പ്രവർത്തകരുടെ വോട്ട് കൂടി ഉമാ തോമസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഇക്കാര്യമെല്ലാം ചർച്ചയാകും. സേതു, ശരി, അങ്ങനെ ചർച്ച ചെയ്യട്ടെ, പരാജയ കാരണങ്ങളൊക്കെ വിലയിരുത്തട്ടെ. നമ്മൾ